ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലൈമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള സർഫ് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഫെവി ഗം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ DIY ആയിട്ടൊരു സ്ലൈം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതായത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതിൽ കുറേ പേര് ചോദിച്ചു നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സ്ലൈം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സാധനം വർക്കാവില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് താഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൊച്ചാൻ വരെ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വേണം. പിന്നെ നമുക്ക് 40 ml ഫെവി ഗം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ കുപ്പിയായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ 2 ചെറിയ കുപ്പി വാങ്ങിച്ചത്. അപ്പോൾ ഒറ്റതായിട്ട് കിട്ടുമെങ്കിൽ അതെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ ഫെവി ഗം ഓരോന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു കുപ്പി നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കുപ്പി ഒഴിച്ചു. ഇനി അതേപോലെ തന്നെ നമുക്ക് 40 ml വെള്ളവും കൂടെ നമ്മളൊരു ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടുണ്ട്. അതും നമുക്ക് കറക്റ്റ് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളവും നമ്മുടെ ഗമ്മും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മിക്സായി കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് ഏതെങ്കിലും ഒരു സർഫ് പൊടി വേണം. നമ്മുടെ തുണിയൊക്കെ കഴുകുന്ന ഏതെങ്കിലും ഒരു സർഫ് പൊടി മതി. അത് നമുക്ക് ഒരു സ്പൂൺ ഇതുപോലെ എടുത്തൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പൊടി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും ഇരിക്കാതെ നമ്മൾ മുഴുവനും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഗമ്മിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ആക്ടിവേറ്റർ കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്പൂണിലേക്ക് ഇത് നമ്മുടെ സ്ലൈമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വേറൊരു സ്പൂണിൽ സ്ലൈം ആക്ടിവേറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്ലൈം കറക്റ്റായി കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ സ്ലൈം ഇത് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പൂണിലൊക്കെ നമ്മുടെ ഈ ഒരു സ്ലൈമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് പിന്നെ അങ്ങ് മിക്സ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിത് കൈയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഏതാണ്ട് ഒരു 1-2 മിനിറ്റിനൊക്കെ നമ്മുടെ സ്ലൈം ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു റബ്ബർ ബോൾ പോലെ ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടാക്കിയത് ഒരു ലിക്വിഡ് പോലെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു റബ്ബർ ജെല്ല് മോഡലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്ലൈം. മച്ചന്മാരെ, അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇതിലുള്ള ട്രിക്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സർഫ് പൊടി എന്ന് പറയുന്ന സത്യത്തിൽ ഫേക്കാണ്. നമ്മൾ സർഫ് പൊടി അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതിന് പകരം നമ്മൾ ബോറക്സ് പൗഡറാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ സർഫ് പൊടിയും പിന്നെ എന്തോ നമ്മുടെ കുറേ നമ്മുടെ ഹാൻഡ് വാഷ് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ലൈമി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പശയിൽ മിക്സ് ചെയ്യുമ്പോൾ സ്ലൈമായി വരുന്നത്. ആ സംഭവം മൊത്തത്തിൽ വെറും ഫേക്കാണ്. നിങ്ങളെ പറ്റിക്കാനായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നേരെ പോയി ചെയ്ത് നോക്കും, കുറേ നമ്മുടെ പശയും പോവും എല്ലാം പോവും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ആക്ടിവേറ്റർ വെച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബോറക്സ് പൗഡർ വാങ്ങിച്ചിട്ട് സംഭവം കുറച്ച് പൈസ ഉണ്ടാക്കണം താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക. എന്നാലേ നമ്മൾ ഈ ഉണ്ടാക്കിയ സ്ലൈം ആവുള്ളൂ. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ബോറക്സ് പൗഡറാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരിക്കും. ഇറ്റ്സ് മൈ തിങ് സൈനിങ് ഔട്ട്.